പ്രമോദ്, കോടതി നടപടികൾ ഇനി ജഡ്ജ് കോടതി മുറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. അതിനൊരു കാലതാമസം മാത്രമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ശിക്ഷാവിധിയിന്മേലുള്ള വാദം അതൊരു സ്വാഭാവിക നടപടിയാണ്. ഈ വാദമാണ് ഇന്ന് കോടതിയിൽ തുടക്കം മുതൽ നടന്നത്. തുടക്കത്തിൽ പ്രതികൾ 6 പേരെയും അവരെ ഡൈസിലേക്ക് വിളിച്ചു വരുത്തി ഓരോരുത്തർക്കായി പ്രതിപട്ടികയിലുള്ള യഥാക്രമം ഓരോരുത്തർക്കും പറയാനുള്ളത് എന്താണെന്ന് കേൾക്കും. അവർ ഓരോരുത്തരും അവർക്ക് പറയാനുള്ളത് കോടതിയോട് പറയുകയാണ് ചെയ്തത്. അതിൽ പൾസർ സുനി അടക്കമുള്ളവർ തങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മാർട്ടിൻ ആന്റണി തനിക്ക് മുൻപ് ഈ ക്രിമിനൽ പശ്ചാത്തലമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചത്. പൾസർ സുനിയും അല്ലെങ്കിൽ മറ്റു പ്രതികളുമൊക്കെ തന്നെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഭാര്യയും കുട്ടിയും മാത്രമേ ഉള്ളൂ, അവരുടെ ഏക ആശ്രയം താനാണ്, തങ്ങളുടെ വരുമാനമാണ് അവരുടെ ഏക ആശ്രയം തുടങ്ങിയ കാര്യങ്ങളാണ് കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചതിൽ ഒരാൾ മാത്രം, വി പി വിജീഷ് മാത്രമാണ് ഒരു റിക്വസ്റ്റ് കോടതിക്ക് മുൻപിൽ വെക്കുന്നത്. അതായത് തൻ്റെ സ്ഥലം തലശ്ശേരിയാണ്, അതുകൊണ്ട് തന്നെ കണ്ണൂർ ജയിലിലേക്ക് മാത്രമെന്നൊരു ആവശ്യം കൂടി വി പി വിജീഷ് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിജീഷ് മറ്റു പ്രതികളൊക്കെ തന്നെ നിങ്ങൾ നിരപരാധിയാണ്, വെറുതെ വരണം എന്നൊക്കെ പല പ്രതികളും ആവശ്യപ്പെട്ടവരും തനിക്ക് ശിക്ഷ കുറച്ച് നൽകണമെന്നൊരു കാര്യം മാത്രമാണ് വി പി വിജീഷ് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് പ്രോസിക്യൂഷന് സമയമായിരുന്നു. പ്രോസിക്യൂഷന്റെ വാദമാണ് ഈ പ്രതികൾക്ക് എന്തുകൊണ്ട് ശിക്ഷാ ഇളവ് നൽകൽ, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെട്ടത് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം പ്രതികൾക്ക് നൽകണം. അത് എല്ലാ പ്രതികൾക്കും സമാനമായ ശിക്ഷ നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. പ്രത്യേകിച്ച് എല്ലാ വകുപ്പുകളും ഇവർക്ക് ഈ പ്രതികൾക്ക് മേൽ ചുമത്തിയിട്ടുള്ള എല്ലാ വകുപ്പുകളും തെളിയിക്കപ്പെട്ടിട്ടുള്ളതിനാൽ അതുകൊണ്ട് എല്ലാ പ്രതികൾക്കും സമാനമായ വകുപ്പുകൾ നൽകണം. ഗൂഢാലോചന, കൂട്ടബലാത്സംഗം, മാനഭംഗപ്പെടുത്തൽ തുടങ്ങിയ എല്ലാ കുറ്റകൃത്യങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാ വകുപ്പുകളുള്ള പരമാവധി ശിക്ഷ എല്ലാവർക്കും ഒരുപോലെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി അപ്പോഴാണ് തിരിച്ചു ചോദിക്കുന്നത്, 5 പ്രതികൾ സഹായികളല്ലേ, ഒരു പ്രതിയല്ലേ പ്രധാന പ്രതി, 1-ാം പ്രതി മാത്രമല്ലേ കുറ്റക്കാരൻ, അയാൾ മാത്രമല്ലേ ബലാത്സംഗം ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പിന്നീട് അതൊരു വാക്കുതർക്കത്തിലേക്ക് അല്ലെങ്കിൽ പരസ്പരം ഒരു സംവാദത്തിലേക്ക് കോടതി പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് അങ്ങനെയല്ല, എല്ലാ പ്രതികൾക്കും സമാനമാണ്, ഒരാളില്ലെങ്കിൽ മറ്റൊരാളില്ല എന്ന തരത്തിലാണ് ഈ കുറ്റകൃത്യം നടന്നിട്ടുള്ളത് എന്ന കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം പ്രതിഭാഗവും പ്രത്യേകിച്ച് ഈ പൾസർ സുനിയുടെ അഭിഭാഷകൻ പ്രതിഭാഗം വാദം തുടങ്ങിയപ്പോൾ പൾസർ സുനിയുടെ അഭിഭാഷകൻ പൾസർ സുനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ കോടതിയിൽ അങ്ങനെ പറഞ്ഞു വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതിനെ കൃത്യമായി പ്രോസിക്യൂഷൻ എതിർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൾസർ സുനി നേരത്തെ പല കേസുകളിലും പ്രതിയായിരുന്നു. പക്ഷേ പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത് തൻ്റെ കക്ഷി ഈ കേസുകളിലൊന്നും പ്രതിയല്ല, ആ കേസുകളൊക്കെ വെറുതെ വിട്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോഴും കോട്ടയത്ത് ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടതും എറണാകുളത്ത് കേസുണ്ടായിരുന്ന കാര്യവുമൊക്കെ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. ഈ പ്രതിക്ക് കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. തുടക്കകാലം മുതൽ തന്നെ പല ക്രിമിനൽ കേസുകളിൽ, മോഷണ കേസുകളിലും കൊട്ടേഷൻ കേസുകളിലുമൊക്കെ പെട്ടിട്ടുള്ള പ്രതിയാണ് എന്ന് കൃത്യമായി പൾസർ സുനിയുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ബോധ്യപ്പെടുത്താനാണ് ഈ പ്രോസിക്യൂഷൻ ശ്രമിച്ചിരുന്നത്. ബാക്കി മറ്റ് ഈ പ്രതികളുടെ അഭിഭാഷകരുമൊക്കെ അവർക്ക് ഒരു പെറ്റി കേസ് പോലും ഇല്ല, അല്ലെങ്കിൽ തങ്ങളുടെ കക്ഷികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല, അല്ലെങ്കിൽ അവർക്ക് കുടുംബത്തിലെ സാഹചര്യം വളരെ മോശമാണ്, അതുകൊണ്ട് ശിക്ഷ കുറച്ച് നൽകണം, വളരെ തീരെ ശിക്ഷ നൽകണം, അല്ലെങ്കിൽ മാർട്ടിൻ ആന്റണി താൻ നിരപരാധിയാണ്, ഒന്നും അറിഞ്ഞിട്ടില്ല, ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്, തന്നെ വെറുതെ വിടണമെന്നാണ് മാർട്ടിൻ ആന്റണി ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ട ശേഷമാണ് 3:30 വിധി പ്രസ്താവിക്കാം, അല്ലെങ്കിൽ ഈ ശിക്ഷാവിധി കഴിഞ്ഞ 8 വർഷത്തോളമായി കാത്തിരിക്കുന്ന, ഇന്ത്യയിൽ തന്നെ കേട്ടുകേൾവില്ലാത്തൊരു സംഭവമാണ്. നടിയെ തട്ടിക്കൊണ്ടുപോയി, കാറിൽ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗപ്പെടുത്തി ലൈംഗിക അതിക്രമം നടത്തിയത് നിതിൻ, ഈ പറയുന്ന നടിയെ തട്ടിക്കൊണ്ടുപോയി കൊട്ടേഷൻ ബലാത്സംഗം നടത്തി എന്നുള്ളതാണ് ഇതിലെ ഉയർന്നു വന്ന കുറ്റം, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ തന്നെ ആരോപിച്ച കുറ്റം. പക്ഷേ അതിൽ കൊട്ടേഷൻ എന്ന കാര്യം ഒഴിവാക്കിയിരിക്കുകയാണ് കോടതി. കൊട്ടേഷൻ നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന 8-ാം പ്രതി ദിലീപിനെ കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് കൂട്ടബലാത്സംഗം എന്ന നിലയിലുള്ള ഒരു കുറ്റകൃത്യമായി മാറുകയാണ്. അപ്പോൾ അതാണ് അത് തന്നെ. പക്ഷേ ഈ സിനിമാ രംഗത്ത്, മലയാള സിനിമാ ലോകത്തല്ല, ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയ്ക്കിടയാക്കിയ കാര്യമാണ്. അങ്ങനെ ഒരു നായിക നടിയെ, മുൻനിര നായിക നടിയെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുക എന്ന ഒരു വളരെ ക്രൂരമായ ഒരു നടപടിയിലേക്ക് എങ്ങനെ പോയി എന്നുള്ളതാണ്. അതാണ് ചർച്ച ചെയ്യപ്പെട്ടത്. കേരളത്തിൽ ഉടനീളം, സിനിമാ രംഗത്ത് മാത്രമല്ല കേരളീയ സമൂഹമാകെ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതിൽ അതിജീവിതയോടൊപ്പം തന്നെയായിരുന്നു കേരളത്തിൽ ജനങ്ങൾ എല്ലാവരും തന്നെ എന്ന് പറയണം. കാരണം ദിലീപിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെ, ദിലീപ് ആ കുറ്റകൃത്യം ചെയ്തിരിക്കില്ല എന്ന് കരുതുന്ന ആളുകൾ പോലും അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്ന കാര്യത്തിൽ സംശയം ഇല്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം